ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കുറച്ച് നല്ലോണം തിരക്കുള്ള ഒരു ദിവസമാണ്. ഇപ്പോൾ നനച്ചോളി പണി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ എനിക്ക് പിന്നെ ഡെയിലി നനച്ചോളി പണിയായിരിക്കും കേട്ടോ. എത്ര തന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ചാലും 4 പേരും 4 സൈഡും കൂടെ മക്കളെല്ലാം കൂടെ വലിച്ച് വാരിയിടും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലോണം പഴുത്ത പഴം കൊണ്ട് ഒരു പുഡിങ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് സ്നാക്ക്. അതുപോലെ ഇളനീര് വെള്ളവും ഇളനീരിൻ്റെ ആ തേങ്ങയും കൊണ്ട് ഒരു പുഡിങ്ങും ഉണ്ടാക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ ഉടനെ മോനക്ക് മുട്ട കൊടുക്കുന്നുണ്ട്, മോനക്കും മോൾക്കും ചെറിയ കുട്ടികൾക്ക്. അപ്പോൾ അവർക്കുള്ള മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചു. പിന്നെ അതിന് ശേഷം ഇന്ന് ദോശയും സാമ്പാറും ആണ്. അപ്പോൾ ദോശ ഇടയ്ക്ക് ചുടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കുറേ തിരുമാനുള്ള തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഫംഗ്ഷന് കാര്യങ്ങൾ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അലക്കാനിടാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ, അതായത് ഇന്നത്തെ എൻ്റെ പണികൾക്ക് വലിയ പെർഫെക്ഷനൊന്നും ഉണ്ടാവില്ല. കുറച്ച് നല്ലോണം അധികം മൂഡ് ഓഫിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുള്ള റീസൺ പറ്റുവാണെങ്കിൽ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മോൻ എണീറ്റിട്ടുണ്ട്, ഷെയ്സും എണീറ്റിട്ടില്ല. അപ്പോൾ അവനെ ഇനിയിപ്പോൾ എടുത്തിട്ട് ഒറ്റ കയ്യിൽ നമ്മൾ സ്ത്രീകൾ മൾട്ടി ടാസ്ക് ചെയ്യുന്ന കഴിവുണ്ടല്ലോ. അപ്പോൾ അവനെ എടുത്തിട്ടായിരിക്കും ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവനുള്ള മുട്ടയൊക്കെ ഒന്ന് അതിൻ്റെ തോടൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. മുട്ട എപ്പോഴും നമ്മൾ പുഴുങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യുകയാണെങ്കിലും കഴുകിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. അതിനുള്ള മുകളിലുള്ള വൈറ്റ് പൊടി ക്യാൻസറിന് വരെ കാരണമാവുന്നൊരു പൊടിയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ കുട്ടികൾക്ക്, എൻ്റെ മോനക്ക് കാല് വളവ് അങ്ങനത്തെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കുട്ടിക്കും ഇങ്ങനെ പ്രശ്നമുണ്ട്, നല്ലോണം വൈറ്റമിൻസൊക്കെ കൊടുക്കാൻ പറഞ്ഞു എന്നുള്ളത്. സോ കുട്ടികൾക്ക് എല്ലാവിധ അതായത് പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കൊടുക്കണം കേട്ടോ. നമ്മൾ മോനക്ക് കാല് വളവ് എന്നുള്ളത് അത് ആക്ച്വലി ചെറിയ കുട്ടികൾക്ക് മിക്ക കുട്ടികൾക്കും കാണും. പിന്നെ ഇക്കാക്ക് ചെറുതിൽ അങ്ങനെ ആയിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മോനക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഇന്നലത്തെ പായസം ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കുകയാണ്. അപ്പോൾ അത് മൊത്തം തട്ടി അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു, മോൻ വന്ന് വലിച്ചിടാൻ നോക്കിയിട്ട്. അപ്പോൾ ഓവനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഗ്രീൻ പീസ് കുറച്ച് എന്താ പറയുക, നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക അതുപോലെ ഇപ്പോൾ ആവിയിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ അങ്ങനെ ആക്കിയിട്ടും മക്കൾക്ക് കൊടുക്കാം കേട്ടോ. ഹെയ്സൻ അപ്പോൾ ഗ്രീൻ പീസിൻ്റെ കുറച്ചിങ്ങനെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയതുണ്ടായിരുന്നു, അപ്പോൾ അതിൽ നിന്നും എടുത്തിട്ട് കുറച്ച് ഗ്രീൻ പീസ് അവനെടുത്ത് കൊടുക്കുകയാണ്. ഇതല്ലാതെ നമുക്ക് വെള്ളത്തിലിട്ട് പൊടിഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ പണിത്തിരക്കിൻ്റെ ഇടയിൽ ഈ ജനലിൻ്റെ അരികത്ത് പോയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഇടയ്ക്ക് സമയം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഓരോന്ന് ഇങ്ങനെ ആലോചിച്ച് വെക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മാങ്ങ വന്നിട്ടുണ്ടായിരുന്നു, കുറേ മാങ്ങ വന്നിട്ടുണ്ട്. അത് പൊട്ടി താഴെ വീണിട്ടുണ്ട്. അത് ഹയാൻ പോയി എടുത്തിട്ട് വരാണേ. കുഞ്ഞ മരമാണ് കേട്ടോ, അത് കുഞ്ഞ ചെടിയാണ്, അതിലാണ് മാങ്ങ ഉണ്ടായിരിക്കുന്നത്. അതിനുള്ള ടിപ്സൊക്കെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇന്ന് സാധാ ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അരിയൊക്കെ കഴുകി ഇട്ടു. പിന്നെ ഇവിടെ എല്ലാവരും ചുടുവെള്ളമാണ് കേട്ടോ നമ്മൾ കുടിക്കുന്നത്. പച്ചവെള്ളം കുടിക്കാറില്ല, മലമ്പുഴ വെള്ളമാണ് കേട്ടോ. ക്ലോറിനിട്ടൊക്കെ വെള്ളമല്ലേ, അപ്പോൾ നമ്മൾ പച്ചവെള്ളം കുടിക്കാറില്ല. പിന്നെ മീൻ പൊരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നോർമലി ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് അങ്ങനെ പൊരിക്കും. പിന്നെ അടുത്തത് ഇതാണ് നമ്മുടെ മെയിൻ പണികൾ. എങ്ങോട്ടേക്കെങ്കിലുമൊക്കെ പോയി വന്നാൽ പിന്നെ അന്ന് ഫുള്ളായിട്ട് എല്ലാം വലിച്ചു വാരി പോകുന്ന സമയത്തൊന്നും നോക്കില്ല, അങ്ങനെ വലിച്ചു വാരിയിട്ടുണ്ടാവും. മക്കളുടെ ഇഷ്ടത്തിന് വലിച്ചു വാരിയിട്ടുണ്ടാവും. അപ്പോൾ കുറേ പണികളുണ്ട്. പിന്നെ രാവിലത്തെ പണികൾ കഴിഞ്ഞതിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കാണ് കേട്ടോ. ഞാൻ പിന്നെ ഷൂട്ട് ചെയ്യാനും വേണ്ടിയിട്ട് എന്തെങ്കിലും ഇങ്ങനെ കാണിക്കുന്നതല്ല. ആക്ച്വലി നമ്മൾ ചെയ്യുന്ന പണികൾ അവിടെ നടക്കും. അപ്പോൾ വീഡിയോ ഒന്ന് ഓണാക്കി ഇടുന്നു എന്ന് മാത്രമാണ് കേട്ടോ ഉള്ളത്. അല്ലാതെ നമുക്ക് അഡീഷണലായിട്ട് അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാനുള്ള സമയമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അത്രയും നമുക്ക് തിരക്കാണ്. തിരക്കെന്ന് പറയുമ്പോൾ വലിയ IAS ജോലിയൊന്നുമല്ല. ഇതൊക്കെ തന്നെയാണ്. വീടടിച്ച് വരിക, തുടയ്ക്കുക, ഇങ്ങനെ എന്താ പറയുക, പൊടി തട്ടുക, മക്കളെ നോക്കുക, മക്കളുടെ മൂത്രം തുടയ്ക്കുക, ഇതൊക്കെ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് കുറേ ഇത് കണ്ടില്ലേ, പൊടി കണ്ടില്ലേ, ഈ സെറ്റുകളുടെ ഇങ്ങനെ
അതിൻ്റെ അടിയിൽ ഫുള്ളും പൊടിയായിരിക്കും. പൊടിയല്ല, ഇവർ കഴിച്ചതിൻ്റെ ഒക്കെ ബാലൻസ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുക. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഉമ്മാൻ്റെ കോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോള് വരുന്നതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പണികളുടെ ഇടയിൽ. പക്ഷേ ഞാൻ കോള് വന്നാലും ഒറ്റ കയ്യിൽ പിടിച്ചുകൊണ്ട് ബാക്കി പണികളും ചെയ്തുകൊണ്ടാണ് സംസാരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ടൈമിങ്ങിൽ മൊത്തം ഒരു മാറ്റം വരും. എല്ലാ പണികളും ലാഗായി പോകും, ആകെ ബുദ്ധിമുട്ടാവും. ഇത് നമ്മുടെ കാർപ്പറ്റ് കുടയാനുള്ള ഒരു മെത്തേഡാണ്. ആരെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് ചാടിത്തരും. അപ്പോൾ അതിലുള്ള പൊടികൾ, ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് എനിക്ക് റെന അതിനകത്ത് കയറിയിട്ട് ഇങ്ങനെ കുടഞ്ഞ് തന്നതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അടിച്ചു വാരുന്നും കൂടി ഉണ്ട്. താഴെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പൊടികളുണ്ടാവും. എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് വൈറ്റ് ടൈലിങ്ങനെ നീറ്റാക്കി വെക്കുന്നത് എന്നുള്ളത്. വലിയ നീറ്റ്നെസ് ഒന്നും ഉണ്ടാവില്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടിച്ചു വാരി കൊണ്ടേയിരിക്കണം കേട്ടോ. മൈക്കും പൊട്ടിച്ച് പെൻസിൽ നോക്കി എപ്പോഴും പെൻസിൽ കാണാനില്ല പറഞ്ഞിട്ട് നടക്കും. അവിടെ പെൻസിലുകൾ വരും. നിന്റെ റൂമിൽ ഇട്ടിട്ടാ റബ്ബർ വേണോ? റബ്ബർ നമുക്ക് വലിച്ചത് കിട്ടാം. ഇനി അവിടെ എവിടെയും കിടക്കണുണ്ടാവും. എങ്ങനെയാണ് ഞാൻ എന്താ വിചാരിച്ചു? അവന്റെ മുഖത്ത് മാറാനുണ്ട് വിചാരിച്ചാ ചൂല് വെച്ചിട്ട് അടിക്കാന് വേണ്ട. എൻ്റെ വീട് എല്ലാ സമയത്തും നീറ്റായിട്ടിരിക്കൊന്നുമില്ല. കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് വീട് തീരെ നീറ്റില്ലാന്ന്. നീറ്റ് ഉണ്ടാവില്ല കേട്ടോ, നമ്മൾ കുഞ്ഞു വാവകളൊക്കെ ഉള്ള വീടല്ലേ. അപ്പോൾ എവറി സെക്കൻഡ് നമുക്കത് ഫുള്ളും ഇങ്ങനെ എല്ലാം മാറ്റി വെക്കാനും നീറ്റാക്കി വെക്കാനൊന്നും പറ്റില്ല. കുറച്ച് ടൈം ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നീറ്റാക്കാനും വേണ്ടിയിട്ട് ഒരു ടൈം നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ സമയം എല്ലാം നീറ്റാക്കിയിട്ട് പിന്നെ പോയി അങ്ങനെ കിടന്നുറങ്ങോ അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് വീട്ടുപണിയും ചെയ്യാൻ പറ്റും, നമ്മുടെ മക്കളെ നോക്കാൻ പറ്റും. അഡീഷണലായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് പാഷനനുസരിച്ച് നമ്മുടെ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ വിചാരിക്കണം എന്ന് മാത്രം. നമുക്ക് ടൈമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഓരോ എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് എനിക്ക് അത് മക്കളുണ്ട്, മക്കളെ നോക്കണം, അതുകൊണ്ട് പറ്റുന്നില്ല അങ്ങനെയൊക്കെ പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് എല്ലാം സാധിക്കും കേട്ടോ. ടാക്സും GST ഒക്കെ ഞങ്ങൾ ഗവൺമെന്റിന് കൊടുത്തോളാം. അടിച്ചു വാരി നോക്ക് വല്ല മായാജാലോ നീയാണിതാ മുട്ടായില്ലേ പണിയാണ് അവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പിട്ടു പേരിട്ട് തരട്ടെ. എന്തിനാ അടിക്കുന്ന ചുറ്റു? ഞാൻ അപ്പ എഴുതാം. നമ്മളപ്പോൾ ഹാളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി ബെഡ്റൂമിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇത്. ഇതൊക്കെ കണ്ടിട്ട് കമൻറ്റിൽ എന്തൊക്കെ വരാൻ പോണോ പഠിച്ചോഴേ എനിക്ക് ആലോചിക്കാൻ വയ്യ. അപ്പോൾ തുണികളൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ജനലുകളൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ്. നോമ്പൊക്കെ അല്ലേ വരാൻ പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത് നനച്ചോളി പടി എന്നുള്ളത്. ഒക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുകയാണ് കേട്ടോ. ഡെയിലി നമ്മൾ AC റൂമാണെങ്കിലും ഒത്തിരി പൊടി ഉണ്ടാവും, ജനലിലൊക്കെ പറ്റി പിടിച്ചെടുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അലർജിയായി തുമ്മലായി ഒക്കെ ബുദ്ധിമുട്ടാവും. എനിക്ക് നല്ലോണം അലർജി ഉള്ള ഒരാളാണ് കേട്ടോ. അതായത് ഡസ്റ്റ് അലർജി എനിക്ക് നല്ലോണം ഉണ്ട്. ഇത് ഞാൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കണ്ണ് ചൊറിച്ചിൽ വന്നു. എന്തോ പെട്ടു എന്നാണ് വിചാരിച്ചത്. പക്ഷേ രാത്രി വരെ, ഇത് പകലാണ് ചെയ്തത്, രാത്രി വരെ അന്ന് ഫുള്ളായിട്ട് എൻ്റെ കണ്ണ് ഭയങ്കരമായിട്ട് ഇടങ്ങറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്കിതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ മക്കൾക്ക് ഇങ്ങനെ തുമ്മൽ വന്നുകൊണ്ടേ ഇരിക്കും. പിന്നെ അതുപോലെ തന്നെ ചുമരിൽ എന്തോരം പൊടിയാണെന്നറിയോ, ഡസ്റ്റ് പറ്റി പിടിച്ചിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ചുമരിലൊന്നും ഇല്ല. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ല, ഇത് ഫുള്ളും ചുമരിന്ന് കിട്ടിയ ഡസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഹാങ്ങറിൽ മാറ്റി ഉള്ളിലെടുത്ത് വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞു. സോഡ വെച്ചാ കണ്ണിന് എന്താ വലിയ തുപ്പിയതൊന്നും പക്ഷെ മധുരം പോലെ ചുച്ചുക്ക് മൂത്രയിക്കണ
ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഹേസൻ ഉറക്കിയിട്ട് പാത്രങ്ങൾ കഴുകാനായിട്ട് കിച്ചണിലോട്ട് പോന്നു. അപ്പോൾ ചുച്ചുക്ക് നല്ലോണം വിശക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ പാത്രം ഒന്നും കൂടെ കഴുകാമെന്ന് വിചാരിച്ചു. കുട്ടിനെ പിടിക്കാൻ ആരുമില്ല. അവൾക്ക് അറിയണ സൗണ്ടായിട്ട് കുട്ടി എണിക്കുന്നത്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വൈറ്റ് നാനോ വൈറ്റ് മൊത്തം പോയിട്ടോ, ഭയങ്കര കറയൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സ്നാക്ക് നല്ലോണം പഴുത്ത് കളയാനായ പഴമാണ്. പക്ഷേ ഇത് വന്നിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് ഗെയിന് വരില്ല, നല്ലോണം പഴുത്ത പഴം കേട്ടോ. അതൊരു ടിപ്പായിട്ട് പറഞ്ഞാണേ. ഇനി നമുക്കിതിൽ സ്നാക്ക് ഉണ്ടാക്കാം. കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക, അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഈ മുട്ട വന്നിട്ട് മുൻകൂട്ടി നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അടുത്തത് മക്കൾ അപ്പോഴേക്കും എൻ്റെ അണ്ടാവിലുള്ള എല്ലാ വെള്ളവും മൊത്തം നശിപ്പിച്ച് കൈയും കാലും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ പഴത്തിലേക്ക് വരാം. അപ്പോൾ ബട്ടർ ഒരു കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ പഴം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ജലാറ്റിൻ ഇല്ലേ, ജലാറ്റിൻ നന്നായിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പഴം ആയിക്കഴിഞ്ഞതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുഡിംഗ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നോർമലി വെറുതെ സാധാരണ പഴം അങ്ങനെ അതേപോലെ തന്നെ കഴിക്കുക. ഇത് പുഡിംഗ് ആകുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇഷ്ടം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ്. ജലാറ്റിൻ വന്നിട്ട് വെജിറ്റബിൾ ജലാറ്റിനാണ്. സോ അത് നമ്മുടെ ശരീരത്തിന് ഹാനികരം ഒന്നും അല്ല കേട്ടോ. അത് നല്ല സാധനങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അവർ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുട്ടികളുടെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ജസ്റ്റ് വന്ന് നോക്കിയതാണ് കേട്ടോ. അവർ മൊത്തം ഈ റൂം മാത്രമാണ് ഇനി നമുക്ക് ക്ലീൻ ആക്കാനുള്ളത്. ഇത് ഓൾറെഡി ക്ലീൻ ആക്കി വെച്ചതായിരുന്നു, പക്ഷേ അവർ വീണ്ടും എല്ലാം വലിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പണികളൊക്കെ ചെയ്യണം. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ചുച്ചുവിൻ്റെ ഒരു കള്ളത്തരം കാണണേ. മെല്ലെ ചെയർ വലിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. എങ്ങോട്ടാ പോണ്? എന്താ അവിടെ എന്താണ്? വാഷ് ബേസിൽ കളിക്കാൻ പോണല്ലേ? അങ്ങനെ ആക്കാൻ പോണ്ടേട്ടാ കള്ളി. അവിടേക്ക് ചെയർ അവിടേക്ക്. അടുത്ത കാര്യം ചെയ്യാം. അത് അബിൻ്റെ അടുത്ത് പൊളിച്ചു തരാൻ പറയും. കട്ട തേങ്ങ ഉണ്ട്. കാല് വളവുണ്ടോ എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പം പറയാം, ഇവൻ്റെ കാല് വളവുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. ആക്ച്വലി അത് ചില കുട്ടികൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവും, നടന്നു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക, ഇക്ക ചെറുതിൽ കാലിങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും ചോദിച്ചുകൊണ്ട് ഞാനൊരു ഡോക്ടറെ കാണിക്കാമെന്നും വിചാരിച്ചു. എല്ലാവരും ചോദിക്കുമ്പോഴാണല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു പേടിയൊക്കെ വന്ന് തുടങ്ങുക. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഡോക്ടറെ കാണിച്ച് കൺഫേം ചെയ്യണം കാലിൽ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത്. എനിക്ക് ടെൻഷനും പേടിയൊന്നും ഇല്ല കേട്ടോ. പഠിച്ചോണ്ട് അങ്ങനെ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ വൈകുന്നേരം ആയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഇളനീര് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഞാൻ വിചാരിച്ചു ജ്യൂസ് അടിക്കാമെന്നുള്ളത്. പിന്നെ നോക്കിയപ്പോൾ മക്കൾക്ക് ജ്യൂസൊന്നും വേണ്ട, പുഡിങ് മതിയെന്നായി. അപ്പോൾ ശരിയെന്ന് വിചാരിച്ചിട്ട് പുഡിങ്ങാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കിച്ചണിലുള്ള സമയം എന്തായാലും എല്ലാവരും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവും മക്കൾ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ എനിക്ക് പേടിയാണ്. വേഗം പണി തീർത്ത് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ഞാൻ ട്രൈ ചെയ്യും. കാരണം ചൂടുള്ളത് എന്തെങ്കിലും പോയി പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അതും കൂടെ ഒരു പൊല്ലാപ്പായില്ലേ. അപ്പോൾ ഇത് ജലാറ്റിൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അവർക്ക് ഇത് വന്നിട്ട് ഇന്ന് തന്നെ കഴിക്കാൻ പറ്റുന്നൊന്നുമില്ല. ചിലപ്പോൾ രാത്രിയൊക്കെ ആവും ഒന്ന് സെറ്റായിട്ടൊക്കെ വരാൻ. അപ്പോൾ ഞാൻ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കുകയാണ്. ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ജലാറ്റിൻ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതും കൂടെ ഒന്ന് കലക്കി കൊടുക്കണം. ഇത്ര മാത്രമേ പണിയുള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്കൊരു 10 മിനിറ്റിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. അത് സെറ്റായി കഴിഞ്ഞാൽ നമുക്കെടുത്ത് കഴിക്കാനും പറ്റും. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രത്തിൽ ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാൻ എന്തൊക്കെയാണ് ഉള്ളത് അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ റൂമിൽ ചാടിക്കളിയും കുത്തിമറിയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എത്ര പറഞ്ഞാലും മക്കൾ കേൾക്കൊന്നുമില്ല. ജസ്റ്റ് എങ്കിലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി പറയാം. ഇവിടെ ഇയാൾ ഈ സാധനങ്ങളൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട് നമ്മുടെ ഹേസൻ. അപ്പം എനിക്ക് പേടിയാണ്, ഞാൻ പറഞ്ഞത് എല്ലാം പിടിച്ച് വലിക്കും. അപ്പോൾ ബാക്കി ഇവിടെ പണി കഴിഞ്ഞതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ ഒന്ന് തുടച്ച് മാറ്റി വെക്കണം. കഴിഞ്ഞു. വെൽക്കം ബാക്ക് ടു ചാനൽ. വേറെ ഒന്നും പറയാനില്ല.
അങ്ങനെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സെറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ മക്കൾക്ക് തണുപ്പുള്ള കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ ഇളനീരിൻ്റെ ആ തേങ്ങ അവിടെ എന്താ പറയുക, എനിക്ക് കരിക്കോ എന്തോ ഒന്ന് അത് ഞാൻ മക്കൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഇവർക്ക് മാത്രമല്ല വലിയ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം പുറത്തൊക്കെ വന്നിരുന്ന് റിലാക്സ് ആവാമെന്ന് വിചാരിച്ചു. എന്തിനാടാ ചെറിയ കുട്ടികളെ പേടിപ്പിക്കുന്നത്? രണ്ടുപേരും ചെറിയ കുട്ടികളിട്ട് ദ്രോഹിക്കണം. ചുച്ചുമണിക്ക് അമ്മീനെ എത്ര ഇഷ്ടം? സീറോ പറഞ്ഞ ഒന്നുമില്ലാന്ന്, ഇഷ്ടല്ലാന്ന്. കൊറേ ഇഷ്ടം പറയേ. 100 പിന്നെ എന്തിനാ ആദ്യം സീറോ പറഞ്ഞ? പുഡിംഗ് ഈസ് റെഡി. വലിയ പീസ. സൂപ്പർ. ഞാൻ മുറിച്ചു തരാ. ഞാൻ മുറിച്ചു തരാന്ന്. എനിക്ക് ചെറിയ പീസ് ഇതെടുത്തു. അത് ഫുള്ളല്ല, എല്ലാവർക്കും ഓരോ കേക്ക് പീസ് പോലെ തരാം. സന്തോഷായില്ലേ? ചുച്ചു തണുപ്പുണ്ട്. ചുച്ചുക്ക് തണുപ്പ് മാറിയിട്ടേ തരുള്ളൂ. റനാക്ക് വലിയ പീസ് തരാ പറഞ്ഞാൽ റന ചെറിയ പീസ് കൊണ്ട് തൃപ്തിപ്പെട്ടു. അങ്ങനെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹേസനും കൂടെ എണീറ്റു. മക്കൾക്ക് അത് വേണമെന്ന് വാശിയായിരുന്നു. തണുപ്പുണ്ട്. എനിക്കാണെങ്കിൽ പേടിയുണ്ട്. അവർക്ക് സുഖമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തോരം കഷ്ടപ്പെടും എന്നുള്ളത് മക്കളെല്ലാവർക്കും മാത്രമേ അറിയുള്ളൂ. അവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു പെണ്ണായിട്ട് നമുക്കുള്ള ബുദ്ധിമുട്ട്, വീട്ടുപണിയും എല്ലാം കൂടെ നമ്മൾ ആകെ വിഷമിക്കും അവരുടെ വിഷമം കാണുമ്പോൾ. അപ്പോൾ എങ്കിലും പക്ഷേ കൊടുത്തു. അവരുടെ കരച്ചിലാണുമ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇവരിവിടെ അടിയാണ് കേട്ടോ. രാത്രിക്ക് നാഷ്ടയായിരുന്നു, ദോശയായിരുന്നു. പക്ഷേ എനിക്ക് പെട്ടെന്ന് കുറേ ദിവസമായിട്ട് ഒരാഗ്രഹം, ഒരു പിസ്സ കഴിക്കണം എന്ന്. അങ്ങനെ ഇക്കാനോട് പറഞ്ഞ് അടികൂടി ഒരു പിസ്സയും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം കഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഫാമിലി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ തന്നെ പ്രസ് ചെയ്യുക. നമ്മൾ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.